ഒന്ന് രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്, 3 ദിവസം പുറത്താക്കിയത്. വയനാടൻ ബ്ലോഗർ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. മല്ലു ഫുഡ് സ്റ്റോറീസ് നമ്മൾ പരസ്യം കൊടുത്തല്ലോ, ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് പേര് പറയുന്ന പ്രശ്നമല്ല. അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾ അവരുടെ പൈസ എടുക്കാൻ റിട്ടേൺ കൊടുത്തു. നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ വയനാടൻ വ്ളോഗേഴ്സും പിന്നെ നമ്മുടെ മല്ലു ഫാമിലി ഒക്കെ അറിയാമല്ലോ. അവരറിയാത്തവരാരുമില്ല. ഈ ഇടയ്ക്ക് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അറിയാലോ, ആപ്പ് പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇന്നലെ 2 ദിവസത്തിനുള്ളിൽ മുമ്പ് ഈ കിക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, നമ്മുടെ കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, അവർ കുറച്ച് കർശനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, തീരുമാനങ്ങളൊക്കെ മല്ലു ഫാമിലിക്കെതിരെയും പിന്നെ നമ്മുടെ വയനാടൻ വ്ളോഗേഴ്സിനെതിരെയൊക്കെ അവരെ മാറ്റി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തത്. കാരണം ഈ ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ടൊന്നും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടവൻ ഇത് കണ്ടിട്ട് 1000 2000 അല്ലെങ്കിൽ 500 രൂപ വെച്ച് മുടക്കി ഗെയിം കളിച്ച് ആ പൈസ പോയി കഴിഞ്ഞാൽ നാളെ ഇവർക്കെതിരെ ഒരു ഇത് വന്നാൽ ഈ സംഘടനയ്ക്ക് ബാധിക്കും. അപ്പം വയനാടൻ ബ്ലോഗേഴ്സ് അറിയാത്തവരും മല്ലു ബ്ലോഗേഴ്സ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അവർ ആ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഞാൻ ബ്ലർ ചെയ്തേ വെക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ATMിലേക്കാണ്. ഇപ്പം എൻ്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് 1 മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. അങ്ങനെ ഞാനിതാ ATMിലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? 1,55,300. അതൊക്കെ ഉണ്ട്, അമ്മ കയ്യിൽ വെച്ചോ. പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും ഇവർക്ക് എന്തൊരു പണിയില്ലെന്ന്. സത്യത്തിൽ ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ. എൻ്റെ ബയോയിൽ കൊടുത്തിരുന്ന ലിങ്കിൽ ക്ലിക്ക്. ഇതാണ് സംഭവം. കിക്കെന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് തന്നെ എന്താ പറയണ്ടത്, നമ്മൾ ഈ അടുത്ത സമയത്തല്ലേ ഇതിലോട്ട് കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി യൂട്യൂബിലൊക്കെ. ഈ വയനാട് സമയത്ത് അവർ എൻ്റെ പൊന്നെ ഒരു 10-35 ലോറിയോളം സാധനം കയറ്റി അവർ കോഴിക്കോടുനിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വയനാട്ടിൽ കറക്റ്റായിട്ട് എത്തിച്ചായിരുന്നു. അന്ന് സായി ചേട്ടന്, നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്, പിന്നെ അൽത്താഫ് ബ്രോയും, പിന്നെ കാദർ കരിപ്പൊടി, പിന്നെ നമ്മുടെ ബൈജു ഇല്ലേ 50 മില്യൺ തേച്ച യൂട്യൂബേഴ്സും, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് ടേബിളിലൊക്കെ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്താ പറയുക. അപ്പം ഞാൻ അത് സംബന്ധമായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സായി ചേട്ടന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ നെഗറ്റീവ് അടിച്ച് കയറ്റുന്ന കുറേ അവന്മാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ രീതി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ വയനാടൻ വ്ളോഗ്സിനെ കുറിച്ചും പിന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ മല്ലു ഫാമിലിയുടെയും കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം. 1-2 പേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്, 3 ദിവസം പുറത്താക്കിയത്. വയനാടൻ ബ്ലോഗർ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. മല്ലു ഫുഡ് സ്റ്റോറീസ് നമ്മൾ പരസ്യം കൊടുത്തല്ലോ, ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് പേര് പറയുന്ന പ്രശ്നമല്ല. അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾ അവരുടെ പൈസ എടുക്കാൻ റിട്ടേൺ കൊടുത്തു. നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പക്ഷെ നമ്മൾ അവരുടെ പൈസ എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു. അവർ വലിയ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു, അവരത് കേട്ടില്ല. ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിഷയം എന്താണ്? അതിലേതെങ്കിലും ഒരുത്തന് വീഴും, അതിലേതെങ്കിലും ഒരുത്തൻ വീണിട്ട് അവന്റെ പൈസ പോകും. ഇവര് പൈസ കൊടുക്കുമോ? ഈ വ്ളോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കും? ഇല്ല. നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോൾ സംഘടനയെ ബാധിക്കും. അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു വിശദീകരണം താന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ എഴുതിട്ട് അയച്ചു. വിശദീകരണം മാത്രമല്ല, ആ ആപ്പിന്റെ ലീഗൽ വശങ്ങൾ, ലൈസൻസ് അടക്കമുള്ളത്. അവര് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായി. ഞങ്ങൾക്ക് ബേസിക്കലി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് അങ്ങനെ സൊസൈറ്റിക്ക് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതിനിപ്പോ നമ്പർ കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് ആളുകൾ ഉണ്ടാവണമെന്നുള്ളതല്ല. നമുക്കൊരു 10-ൽ കൂടുതൽ ആൾക്കാർ ഒരു സംഘടനയിൽ ഉണ്ടായാൽ തന്നെ മതി, ധാരാളം മതി. എന്തായാലും ഒരു നല്ലൊരു തീരുമാനം തന്നെ എടുത്തത്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പം അവർക്കും ഇപ്പം ഈ പ്രൊമോഷനും ഈ കാര്യങ്ങളൊക്കെ നടത്തണം, അവർക്കും ബുദ്ധിമുട്ടാവും. കാരണം എന്ന് വെച്ചാൽ നാളെ അവർക്കും കൂടെ ആയിരിക്കും പേര് വരുന്നത്. അപ്പം അവരതിനുള്ള കറക്റ്റ് കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കുടുംബം ഇതുപോലെ പ്രൊമോട്ടും കാര്യങ്ങളും ചെയ്ത് വല്ലതും പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് ബാധിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയണ്ടേ, ഇവരെല്ലാം ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് ഈ ഇൻസ്റ്റയിലാണെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും എടുത്തങ്ങിടും. ഒരുപാട് ആൾക്കാർ അതിൽ ചെന്ന് വീഡിയോ ചെയ്യുന്നത്. എന്തിന് പോരാത്തതിന് വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ ടെലിഗ്രാം ചാനൽ, ഇതൊക്കെയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അന്ന് എൻ്റെ കൂടെ ഒരു പയ്യന് അവൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് തന്നെ എന്താ പറയണ്ടേ, ഇപ്പം
10 വെച്ച് 20 കിട്ടി, ചിലപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തുടക്കം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ ഈ ഗെയിം കളിക്കുമ്പോൾ ആദ്യത്തെ 5-6 കളിയൊക്കെ നമുക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങോട്ട് തരും. ആ രീതിയിലാണ് അവർ കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് നല്ല എമൗണ്ട് വെക്കുമ്പോൾ ഇതെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ആപ്പിലൊന്നും ചെന്ന് പെടാതിരിക്കുക. എന്തായാലും ഈ കിക്ക് എന്ന് പറയുന്ന സംഘടനയോട് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും ഇതാണ്. അല്ലാതെ പേഴ്സണലി എനിക്ക് ഇവരോട് ദേഷ്യമോ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് വയനാടൻ വ്ളോഗ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ് സത്യത്തിൽ. പക്ഷേ എന്താ പറയണ്ടേ, നമ്മളൊരു സബ്സ്ക്രൈബറായിട്ട് പോലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത്. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും കയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ.